സിറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിശ്വാസികളുടെ പ്രതിഷേധം. പള്ളികളിലെ അഡ്മിനിസ്ട്രേറ്റർ നിയമനത്തിനെതിരെയാണ് പ്രതിഷേധം. പാലാരിവട്ടം സെന്റ് മാർട്ടിൻ പള്ളിയിൽ ഗേറ്റുകൾ അകത്തുനിന്നും പൂട്ടി. സഭാ നേതൃത്വം നിയമിച്ച അഡ്മിനിസ്ട്രേറ്ററെ പള്ളിയിൽ അകത്ത് കയറ്റില്ലെന്ന് ഒരു വിഭാഗം വിശ്വാസികൾ. ബീന റാണി ചേരുന്നു വിവരങ്ങളുമായി. ബീന, പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണോ? സിറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികളുടെ പ്രതിഷേധം അത് അവസാനിപ്പിക്കുന്നതിനുള്ള ഏതെങ്കിലും സമവായ ചർച്ചകൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ടോ? എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന സംബന്ധിച്ച തർക്കം ഇപ്പോഴും പരിഹാരമില്ലാതെ തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ സമയത്താണ് പാലാരിവട്ടം സെന്റ് മാർട്ടിൻ പള്ളിയിൽ പുതിയ വൈദികനെ ചുമതലപ്പെടുത്തിക്കൊണ്ട് സഭാ നേതൃത്വം നിലപാടിറക്കിയത്. ഇന്ന് രാവിലെ ഫാദർ സക്കറിയാസ് അഡ്മിനിസ്ട്രേറ്ററായി ചാർജ് എടുക്കാൻ വന്നപ്പോഴാണ് ഇടവക ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. പുതിയ വൈദികനെ ചുമതലയേൽക്കാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു ഇടവക സമൂഹ ഉപരോധം തീർത്തത്. തുടർന്ന് അത് സംഘർഷത്തിലേക്ക് കലാശിക്കുകയായിരുന്നു. തുടർന്ന് പാലാരിവട്ടം സെന്റ് മാർട്ടിൻ പള്ളിയിലെ ഗേറ്റുകൾ അകത്തുനിന്നും പൂട്ടേണ്ട ഒരു സാഹചര്യം വന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട സംഘർഷം ഇപ്പോഴും അവിടെ തുടരുകയാണ്. പോലീസും മറ്റും സ്ഥലത്തെത്തിയിട്ടുണ്ട്. എന്ത് വന്നാലും പുതിയ വൈദികനെ സഭാ നേതൃത്വം നിയമിച്ച പുതിയ വൈദികനെ പള്ളിയിൽ കയറ്റാൻ അനുവദിക്കില്ല എന്ന ഒരു നിലപാട് തന്നെയാണ് ഇടവക സമൂഹം മുന്നോട്ട് വയ്ക്കുന്നത്. ഏകീകൃത കുർബാന സംബന്ധിച്ച തർക്കം നിലനിൽക്കുന്നതിനാൽ അത് പരിഹാരമാകുന്നതുവരെ ഇത്തരത്തിലുള്ള നിയമനങ്ങളൊന്നും അംഗീകരിക്കില്ല എന്ന് തന്നെയാണ് ആത്മായ മുന്നേറ്റം നേരത്തെയും വ്യക്തമാക്കിയിരുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഇപ്പോൾ പുതിയ വൈദികനെ സഭാ നേതൃത്വം നിയമിച്ച പുതിയ വൈദികനെ പള്ളിയിൽ കയറ്റാൻ അനുവദിക്കില്ല എന്ന നിലപാട് ഇവർ എടുത്തിട്ടുള്ളത്. എന്തായാലും രാഗത്തെ സംഘർഷത്തിന് ചെറുതായി അയവ് വന്നിട്ടുണ്ടെങ്കിലും ആളുകൾ ഇപ്പോഴും അവിടെ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. രോഹിണി. ശരി, ബീന റാണിയാണ് വിവരങ്ങൾ നൽകിയത്.